അങ്ങനെ അവസാനം കാവേരിയും കുടുംബവും നരേന്റെ വീട്ടിലേക്ക് തന്നെ താമസത്തിന് വന്നിരിക്കുകയാണല്ലേ. അപ്പൊ ആദ്യം വീട് ആർക്കും വാടകയ്ക്കൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നരേനെ ജയപാലൻ വിളിക്കുന്നതോട് കൂടിയിട്ടാണ് നരേന്റെ മനസ്സ് മാറുന്നത്. ജയപാലൻ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് അവർക്ക് വീട് കൊടുക്കരുത്, കൊടുത്താൽ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കുന്ന അതേ ഒരു സ്റ്റൈലില് നമ്മുടെ നരേനെയും വിളിക്കുകയാണ്. എന്നിട്ട് പറയാ, നിന്റെ ഔട്ട് ഹൗസ് നീ ആർക്ക് വേണേലും വാടകയ്ക്ക് കൊടുത്തോ, വാടകയ്ക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ശാരദയ്ക്കും മക്കൾക്കും മാത്രം നീ വാടകയ്ക്ക് കൊടുക്കരുത്. അഥവാ നീ ഇനി അവർക്ക് കൊടുത്ത നിന്റെ ഔട്ട് ഹൗസ് മാത്രമല്ല, നിന്റെ വീടും നിന്റെ കുടുംബം അടക്കം ബുൾഡോസർ കയറി ഇറങ്ങിയതിനേക്കാൾ കഷ്ടമാകും എന്നൊക്കെ ജയപാലൻ ഇങ്ങനെ സ്റ്റൈലിൽ ഡയലോഗ് അടിക്കുമ്പോൾ നരേൻ അതൊരു വാശിയായിട്ട് എടുക്കുകയാണ് കേട്ടോ. ആഹാ, അത് കൊള്ളാലോ, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷെ ഇനി ഞാൻ അവർക്ക് തന്നെ വാടകയ്ക്ക് കൊടുക്കും. നീ നിന്റെ ബുൾഡോസറായിട്ട് വാ ജയപാല, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. നരേൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ വന്നിരിക്കുന്ന ശാരദയും മക്കളും ആരാന്ന് അറിയില്ല, ഇപ്പൊ വിളിച്ച് ഈ ജയപാലൻ ആരാന്നും അറിയില്ല. പക്ഷെ ഒരു ബന്ധവുമില്ലാതെ ഒരാൾ വിളിച്ചിട്ട് ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാര്യം എന്താണ്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അയാളല്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഒരു വാശി കയറിയതാണ് നരേൻ താക്കോല് കൊണ്ടുപോയി മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശിയും ഇളയമ്മയും മുത്തശ്ശനും ഒക്കെ ആണെങ്കിൽ ആ അമ്മയും മക്കളെയും പറഞ്ഞു വിടാം, എന്തായാലും വീട് നരേൻ കൊടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിരാശയിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നരേൻ ഈ താക്കോല് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇനി അവർ ആ വീട്ടിൽ താമസിച്ചില്ലെങ്കിൽ അവർ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവർക്ക് സന്തോഷമായി, ഇവർ താക്കോല് കൊണ്ടുപോയി ശാരദയുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ ശാരദയും കുടുംബവും ആ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് ശാരദ ആ വീടിന്റെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ വീടിനകത്ത് ഇങ്ങനെ വലിയൊരു വാളൊക്കെ പിടിച്ച് നമ്മുടെ ജയപാലൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് ശാരദയുടെ ഒരു തോന്നൽ മാത്രമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ജയപാലനുമായിട്ട് ഒരു സീൻ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഈ തിരുവനന്തപുരത്തും ഇവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ജയപാലൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അയാൾ ഇവിടെയും നമ്മളെ തേടി വരുമോ എന്നുള്ളൊരു പേടിയിൽ ശാരദയ്ക്ക് വെറുതെ അങ്ങനെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ശാരദ അത് കണ്ട ഉടനെ അയ്യോ ജയപാലൻ, മക്കളെ ജയപാലൻ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ഇങ്ങനെ കരയുമ്പോൾ മക്കളെല്ലാരും കൂടെ അമ്മയെ സമാധാനിപ്പിക്കാൻ, അമ്മയെ വീടിനകത്ത് ആരുമില്ല, അമ്മ ആരെ കണ്ടുവന്ന വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവര് അമ്മയെ സമാധാനിപ്പിച്ച് അവിടെ എത്തിയതിന് ശേഷം വീട് മുഴുവൻ ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് വീടിനകത്ത് ഭംഗിയായിട്ട് താമസം തുടങ്ങാൻ പോവാണ്. അപ്പൊ അത് കഴിഞ്ഞാണ് ഇവർ ശ്രദ്ധിക്കുന്നത്, ആ വീടിനകത്ത് ഒരു റൂമുണ്ട്, അത് തുറന്നിട്ടില്ല, അത് ഒരു പൂട്ടി പ്രത്യേക രീതിയിലൊക്കെ ഇങ്ങനെ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്, ഈ തെക്കിനിയൊക്കെ പോലെ. അപ്പൊ അത് ഇവര് കാണുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പൂട്ടി കിടക്കുന്ന റൂം, ഇനിയിപ്പോ വല്ല തെക്കിനിയോ ആയിരിക്കോ, നാഗവല്ലി വല്ലതും അകത്തുണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി ഇതെന്തായിരിക്കും എന്നിങ്ങനെ ആലോചിക്കുന്നൊക്കെ ഉണ്ട്. ഇത് നരേന്റെ പഴയ കാമുകിയുടെ റൂമായിരിക്കും. കാരണം ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കുടുംബമാണ് ഈ വീട്ടിൽ മുമ്പ് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ ഒരു ഫാമിലി പെട്ടെന്ന് ഒരു ദിവസം കാണാതായി, എവിടെ പോയി എന്തായെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ കുടുംബം. അപ്പോൾ ആ കുടുംബം ഇവിടെ താമസിക്കുമ്പോൾ ഈ റൂം ആ പെൺകുട്ടിയുടെ റൂമായിരിക്കും. ഈ റൂമിൽ നിന്ന് ഒരു ജനലുണ്ടാവും, അത് തുറന്നു കഴിഞ്ഞാൽ നേരെ അവിടെ അപ്പുറത്തെ വീട്ടിൽ നരേന്റെ റൂം കാണാമായിരിക്കും. അങ്ങനെ ഒരു ബന്ധം ഈ റൂമും ആ വീടും തമ്മിൽ ഉണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കാവേരി ആ പൂട്ട് പൊളിച്ച് ആ റൂം തുറക്കും, അവിടെ അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കും. എന്നിട്ട് ജനൽ തുറന്ന് നോക്കുമ്പോൾ നേരെ നരേന്റെ റൂമായിരിക്കും കാണുക. അവിടെ നിന്ന് നരേൻ കാവേരി ഇവിടെ നിന്ന് എത്തി നോക്കുന്നത് കാണുകയും ചെയ്യും. അങ്ങനെ നരേൻ കയറി വന്നിട്ട് ആ റൂം തുറക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്, അത് പൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് കാവേരിയോട് പോയി വഴക്കിടുമായിരിക്കും. അങ്ങനെ ഒരു വഴക്കിലൂടെ ആയിരിക്കും ഇവർ പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു ഗസ് മാത്രമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെ വീട് തുറന്ന് വൃത്തിയാക്കി താമസമാക്കിയതിനു ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ ഒരു വണ്ടി വന്ന് നിൽക്കാൻ പോവാണ്. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ജയപാലനായിരിക്കും. ജയപാലനാണെങ്കിൽ നരേൻ ഇങ്ങനെ നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ഒരു വാശി കയറിയിരിക്കുകയാണ്. ആഹാ, ഇവന് ജയപാലൻ ആരാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു, അവനെ അവിടെ നേരിട്ട് പോയി അറിയിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ജയപാലൻ നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് ആ നരേനെ കണ്ടുപിടിച്ച് ഇടിച്ച് പപ്പടമാക്കിയതിനു ശേഷം ശാരദയെയും മക്കളെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം എന്നുള്ള പ്ലാനിലാണ് ജയപാലൻ വരുന്നത് കേട്ടോ. അങ്ങനെ ജയപാലൻ ഇവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് കണ്ടതും ഇവരൊക്കെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ വന്ന് ഒന്ന് കാലുറപ്പിച്ചില്ല, അതിനു മുമ്പ് ഇയാൾ ഇവിടെയും ശല്യം ചെയ്യാൻ എത്തിക്കഴിഞ്ഞു എന്നും പറഞ്ഞിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വിനീതേട്ടൻ നേരെ ജയപാലനോട് പോയി ചോദിക്കുകയാണ്, എന്താ അങ്കിളെ ഇവിടെയും ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ, അങ്കിൾക്ക് കിട്ടിയതൊന്നും പോരെ, ഇനി ഇവിടെ നിന്നും ഞങ്ങൾ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേടാ നിന്നെ ഒന്നും ജീവിക്കാൻ ജയപാലൻ സമ്മതിക്കില്ലടാ, അങ്ങനെ ഇപ്പോൾ ജയപാലൻ
ജയപാലനെ തോൽപ്പിച്ചിട്ട് നീയൊന്നും ഇവിടെ സുഖമായി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വിനീതേട്ടനെ അടിക്കുകയാണ് കേട്ടോ ജയപാലൻ അങ്കിള്. അങ്ങനെ അകത്തുനിന്ന് ശാരദയും മുത്തശ്ശിയൊക്കെ വന്നിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് കാവേരി നല്ല ധൈര്യപൂർവ്വം വന്ന് ജയപാലനെ അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് തള്ളിയിടുകയാണ് കേട്ടോ. അങ്ങനെ കാവേരി സ്വന്തം ദേഹത്ത് കൈവച്ചത് ജയപാലന് വലിയൊരു പ്രശ്നമായിപ്പോയി. അങ്ങനെ ജയപാലൻ തിരിച്ച് അടിക്കാൻ പോകുന്നു. അങ്ങനെ ആ പ്രശ്നത്തിൽ ഇടപെടാൻ അപ്പുറത്തുനിന്ന് നമ്മുടെ നരേന്റെ മുത്തശ്ശിയും മുത്തശ്ശനും വരികയാണ് കേട്ടോ. അവര് വന്ന് ജയപാലനോട് ആരാ നിങ്ങൾ, എന്തിനാ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഈ വീടിന്റെ ഓണർ ഞാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജയപാലൻ പറയാണ് തൻ്റെ കൊച്ചുമോനെ അല്ലേ ഞാൻ വിളിച്ച് മലയാളത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്, ശാരദയ്ക്കും മക്കൾക്കും ഇവിടെ വീട് കൊടുക്കരുതെന്ന്. എന്നിട്ട് അവൻ എന്തിന്റെ കേടായിരുന്നു, ജയപാലനെ ഇങ്ങോട്ട് വരുത്തിക്കണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞതായിരുന്നു, കേൾക്കാൻ നിങ്ങളുടെ കൊച്ചുമോനെ ഒരു മടി, വിളിക്കാവനെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാ നരേനെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടാണോ ജയപാലൻ ഇതൊക്കെ പറയുന്നത്? അതൊക്കെ ഇരിക്കട്ടെ, ഈ കുടുംബമായിട്ട് ജയപാലൻ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ കാവേരിയും ശാരദയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയാണ് കേട്ടോ. എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണം ഇയാളാണ്, ഞങ്ങൾക്കുള്ളതെല്ലാം തട്ടിയെടുത്ത് പുഷ്പവാടിയിൽ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ ദുഷ്ടനാണ് എന്നൊക്കെ ശാരദ പറയുമ്പോൾ ആഹാ അയാൾ നിങ്ങളായിരുന്നോ എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജയപാലൻ അതെ ജയപാലൻ തന്നെയാന്നൊക്കെ പറഞ്ഞ് വീണ്ടും അടിക്കാനും ഇടിക്കാനൊക്കെ വരുന്നു. അങ്ങനെ അപ്പോൾ നരേൻ്റെ മുത്തശ്ശൻ പറയാണ് കേട്ടോ, തന്നോടല്ലേ പറഞ്ഞത് ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങി പോകാൻ, താൻ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നോ അതോ താൻ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആഹാ താൻ എന്നെ തല്ലുവോ, എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നരേൻ്റെ മുത്തശ്ശൻ്റെ ദേഹത്ത് കൈവയ്ക്കുകയാണ് കേട്ടോ ജയപാലൻ. അപ്പോഴാണ് നമ്മുടെ നരേൻ വീടിനകത്തുനിന്ന് പറന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി ആരും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ നരേൻ ചാടി വന്നിട്ട് ആരാടാ എൻ്റെ മുത്തശ്ശനെ തൊട്ടത് എന്ന് പറഞ്ഞ് ജയപാലനെ ഇടിച്ച് ഷേപ്പ് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ആ ഇടിക്കുന്ന ഇടി കണ്ടിട്ട് കാവേരിയും ഗംഗയും വിനീതേട്ടനൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ജയപാലനെ ഇത്രമാത്രം പട്ടിയെ തല്ലുന്നത് പോലെ ഇട്ട് തല്ലാൻ ഇയാൾക്ക് എത്ര ധൈര്യം ഉണ്ടാവും, ഇങ്ങനെ ഒരു സീൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവസാനം അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നരേൻ ജയപാലനോട് പറയാണ് ഞാൻ 10 വരെ എണ്ണും, അതിനുള്ളിൽ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയില്ലെങ്കിൽ നിന്റെ വണ്ടി ഇടിച്ച് തന്നെ നിന്നെ ഞാൻ കൊല്ലും, അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്, 1 2 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയപാലൻ ഒന്നിങ്ങനെ പേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൽക്കാലം ഇവിടെ വെച്ച് പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് തീരുമാനിച്ച് ജയപാലൻ വണ്ടി കയറി പോവുകയാണ്. അങ്ങനെയാണ് നരേൻ ആദ്യത്തെ തവണ ശാരദയെയും കുടുംബത്തെയും രക്ഷിക്കുന്നത്. അതോടുകൂടി ശാരദയും മുത്തശ്ശിയും വിനീതേട്ടനൊക്കെ വിശ്വസിക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് നമ്മൾ ജയപാലനെ പേടിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് സംരക്ഷണത്തിന് ഈ വീട്ടുകാരും നരേനൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം ഇവർക്ക് വരാൻ പോവാണ്. അങ്ങനെ ഈ നരേന്റെ ക്യാരക്ടറെ കാവേരിക്ക് ഒരുപാട് ഇഷ്ടമാവാനും പോകുന്നുണ്ട്. അതിനിടയ്ക്ക് കാവേരിയുമായിട്ട് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അവസാനം നിളയുടെ ഓപ്പറേഷനുള്ള ആ പണം ഉണ്ടല്ലോ, 50 ലക്ഷം രൂപ ഇവരുടെ കയ്യിലുണ്ടല്ലോ, അത് ഒറ്റയടിക്ക് നമ്മുടെ വിനീതേട്ടന്റെ വിവരക്കേട് കൊണ്ട് അങ്ങോട്ട് നശിപ്പിക്കാൻ പോവാണ്. അവസാനം ഓപ്പറേഷന് വേറെ ഒരു വഴിയില്ലാതെ ആകെ നട്ടം തിരിഞ്ഞിരിക്കുന്ന കാവേരിയെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് നരേനായിരിക്കും. അങ്ങനെയായിരിക്കും ഇവർ തമ്മിൽ കോൺട്രാക്ട് മാരേജിലേക്ക് എത്തുക. അപ്പോൾ ഇവർ വിവാഹിതരായാൽ സീരിയലിൽ ഒരു കോൺട്രാക്ട് മാരേജ്, ഈ സീരിയലിൽ ഒരു കോൺട്രാക്ട് മാരേജ്, ഏകദേശം എല്ലാം ഒരേ സമയത്ത് നടക്കുമോ അതോ ഇനി വലിച്ചു നീട്ടി കുറെ കൊണ്ടുപോകുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതിൽ കുറച്ച് എപ്പിസോഡ്സ് എടുക്കും തോന്നുന്നു. ഇനിയിപ്പോൾ നിളയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് നരേൻ കോൺട്രാക്ട് മാരേജിനായിട്ട് കാവേരിയെ സമ്മതിപ്പിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.